വഴിപാടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. നല്ലതല്ലേ? എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കണ്ടാ മതി. മോള് കഴിച്ചോ? എന്തായി കാണിക്കുന്നേ? ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നേ? പ്രത്യേകിച്ചും അന്നദാനത്തിന് വന്നിരിക്കുമ്പോ. ഞാൻ കഴിച്ചോളാം. അതെ, ഇവിടെ കുറച്ച് മോര്. ഇവിടെ തന്നെ, ഇവിടെ കുറച്ച് മോര് വേണമായിരുന്നു. അമ്മേ, എഴുന്നേക്കാം. അമ്മേ, നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. നമ്മൾ കാരണം ഇനി ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ട. സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? എത്ര ഒഴിഞ്ഞു മാറിയാലും അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ മുന്നിൽ എത്തുകയും ചെയ്യും. മോളെ നിൽക്കും മോളെ. നമ്മൾ എന്തിനാ ഒളിച്ചോടുന്നത്? ആരെ പേടിച്ചാ ഒളിച്ചോടുന്നത്? നവീനും അമ്മയും നമ്മളെ കണ്ട പ്രശ്നമാവില്ലേ? ആർക്കാ മോളെ പ്രശ്നം? നിനക്കാണോ? അല്ലല്ലോ, അവൾക്കല്ലേ. എത്ര ഉപകാരം നീ അവൾക്ക് വേണ്ടി ചെയ്തതാ, എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചതാ. നിന്റെ ജീവൻ പണയപ്പെടുത്തി പോലും നീ അവൾക്കും അവളുടെ മമ്മിക്കും വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? അനിയത്തിയ കൂടപ്പുറപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇനി നീ ഒന്നും സഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ മമ്മിക്ക് നിന്നെ കൊല്ലണം. നവീൻ താലി കെട്ടിയത് നിന്റെ കഴുത്തിലാ. ആ നിന്റെ കഴുത്തില് വേറൊരുത്തനെ കൊണ്ട് താലി കെട്ടിക്കണം. ആ നിന്നെ അവർക്ക് നാട് കടത്തണം. അങ്ങനെ ഒരു അമ്മയ്ക്കും മോൾക്കും വേണ്ടിയാണോ നീ ഒളിച്ചോടുന്നത്? ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ നമ്മളെ അവരെയും ഒരേ ക്ഷേത്രസന്നിധിയിൽ ഈശ്വരൻ എത്തിച്ചെങ്കിൽ അതെല്ലാം വെളിച്ചത്താവാനുള്ള സമയമാണ്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ സത്യം അവരോട് പറയാൻ പോവാ, നവീനോട് സുമിത്രയോടും. അമ്മേ, നീ ഇങ്ങനെ ഗതിയില്ലാതെ അലഞ്ഞു നടക്കേണ്ടവളല്ല. നവീൻ താലി കെട്ടിയ പെണ്ണാ നീ, അവന്റെ ഭാര്യയെ. സത്യങ്ങളൊക്കെ അവരോട് പറഞ്ഞേ പറ്റൂ. വരാനാ പറഞ്ഞത്. ഞാൻ വരില്ല. എനിക്ക് ആരെയും ചതിക്കാൻ പറ്റില്ല. അമ്മ എന്ന സ്ഥാനം നീ എനിക്ക് തരുന്നുണ്ടോ? ഞാൻ പറയുന്ന വാക്കുകൾ അനുസരിക്കാൻ നീ തയ്യാറുണ്ടോ? അമ്മയെന്ന് നീ എന്നെ വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. അമ്മേ, ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർക്കാൻ എളുപ്പമാണ്. പക്ഷേ തകരട്ടെ. ഇനി നമുക്ക് എന്താ പോവാനുള്ളത്? ഈ ലോകം മുഴുവൻ നമ്മുടെ പിന്നാലെ നടന്ന് ദ്രോഹിക്കല്ലേ? അമ്മയും മോളും കൂടി എന്തൊക്കെ ചെയ്തു കൂട്ടി. അതിനൊരവസാനം ഉണ്ടായേ പറ്റൂ. നിനക്കാണ് നവീനൊപ്പം ജീവിക്കാനുള്ള യോഗ്യത. മോളെ, ഈ കിടക്കുന്നത് നവീൻ കെട്ടിയ താലിയെ. അതിന് നീ വരെ കൽപ്പിക്കുന്നെങ്കിൽ നീ വന്നേ പറ്റൂ. അമ്പലായാലും വീടായാലും മോഷ്ടാക്കൾക്ക് ഒരുപോലെയല്ലേ? നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി ഈ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാറേ. ഞങ്ങളെ കുറെ പേരെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇങ്ങോട്ടേക്ക് ഓടിക്കേറിയതാ. അത് നിങ്ങൾക്കൊരു സുരക്ഷ ഇല്ലാത്തോണ്ടാ. ഒരു കാര്യം ചെയ്യ്, അമ്മയും മോളും കൂടെ ദാ വണ്ടിലോട്ട് കയറിക്കോ. എന്തിനാ സാറേ? അന്ന് നിങ്ങൾ രണ്ടുപേരും ആ മോഷണം നടത്തി വീടില്ലേ പുഴയോരം, അവിടെ നിന്ന് വേറൊരു പരാതി കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ അമ്മയും മോളും കൂടി അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാ പരാതി. മോഷണം നടത്തുന്നവർക്ക് അതിന് മടിയൊന്നും ഉണ്ടാവില്ലല്ലോ. കാര്യം മനസ്സിലായല്ലോ. വണ്ടി കയറി. ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ സാറേ. ഞങ്ങള് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോവാന്ന് വിചാരിച്ചിറങ്ങിയതാ. നിന്നെ പോലുള്ള പേരും കള്ളികൾ കിടക്കേണ്ട സ്ഥലം ജയിലാണ്. അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം. പോരെ? മര്യാദയ്ക്ക് വണ്ടി കയറി.